നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് നിൽക്കുന്നു. എല്ലായിടങ്ങളിലും കോൺഗ്രസ്, എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്, കേന്ദ്രഭരണം കോൺഗ്രസിൻ്റേത് നിറഞ്ഞു നിൽക്കുന്നു. ആ സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്, സാമ്രാജ്യത്വ വിരുദ്ധത സംസാരിക്കുന്നുണ്ട്, സാമ്രാജ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു നിര, ആ നിര ചെറുതായിരുന്നില്ല, പ്രബലമായൊരു നിര ഇതിനെല്ലാം എതിരായിരുന്നു. RSS നേതൃത്വം കൊടുക്കുന്ന ആശയത്തോട് അവർക്ക് മമതയായിരുന്നു. വസ്തുതയല്ലേ അത്? എവിടെയെത്തി? മെല്ലെ മെല്ലെ കാര്യങ്ങൾ മാറി വന്നു. കുറച്ച് കാലം പിടിച്ചിട്ടുണ്ടാവും. ഓരോ ഘട്ടം കഴിയുമ്പോഴും RSSന്റെ ആശയത്തോട് ആഭിമുഖ്യം വളർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിലെ വിഭാഗം വർദ്ധിക്കുകയായിരുന്നു. അപ്പോ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് എന്ന സംസ്ഥാനങ്ങളതാ മെല്ലെ RSS നേതൃത്വം അംഗീകരിക്കുന്നു, BJPയുടേതായി മാറുന്നു. ഇന്ന് BJP നല്ല തോതിൽ സ്വാധീനമുറപ്പിച്ച സംസ്ഥാനങ്ങളുടെ പഴയ അവസ്ഥ എടുത്തു നോക്കൂ. എങ്ങനെ BJPക്ക് അവിടെ സ്വാധീനമുറപ്പിക്കാൻ പറ്റി? അവിടെയുള്ള കോൺഗ്രസ് നേതൃത്വം നല്ല തോതിൽ RSSന്റെ B ടീമായി പ്രവർത്തിച്ചു. അപ്പോൾ ജനങ്ങൾ B ടീം വേണ്ട, A ടീം തന്നെ ആവട്ടെ എന്ന് നിലപാടെടുത്തു. ഇതല്ലേ കാണാൻ കഴിയുന്നത്?